അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം പൂർണ്ണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ, അവർക്ക് ഏറ്റവും വലിയ സ്ഥാനവും ബഹുമാനവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാനുള്ള കാരണം അള്ളാഹുവിനെ കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി പരിശുദ്ധ ദീനിന് വേണ്ടി തുല്യതയില്ലാത്ത രൂപത്തിൽ സേവനം ചെയ്ത് വ്യക്തിജീവിതത്തിൽ വിശുദ്ധിയും മറ്റുള്ളവർക്ക് മാർഗദർശനമാകുന്ന രൂപത്തിലുള്ള നല്ല സംസാരവും സുഹൃതങ്ങളും ജീവിതത്തിൽ നിറച്ചു വച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ സ്ഥാന ബഹുമാനങ്ങൾ നൽകി. ഔലിയാക്കളിൽ ഏറ്റവും ഒന്നാമത്തെ ആളായി പരിഗണിക്കപ്പെടുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അമലിൻ്റെ വിഷയത്തിൽ, കർമ്മത്തിൻ്റെ വിഷയത്തിൽ മറ്റു സ്വഹാബിമാരെക്കാൾ കൂടുതൽ മുൻപന്തിയിലാണ്. ഹദീസിൽ കാണാം, മദീനത്തെ പള്ളിയിൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമൻ, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് നോമ്പ് നോറ്റിരിക്കുന്നത്? മദീന പള്ളിയിലെ സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സദസ്സ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സാണ്. നമ്മളെല്ലാവരും ഏറ്റവും അധികം പള്ളിയുമായി ബന്ധപ്പെടേണ്ട ഒരു നേരവും അതാണ്, മഗ്രിബിനല്ല. മഗ്രിബിനേക്കാളും കൂടുതൽ പവിത്രതയും ബഹുമാനവും ശ്രേഷ്ഠതയും ഉള്ളത് സുബ്ഹിക്കാണ്. ജമാഅത്തുകളിൽ ജുമുഅ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജമാഅത്താണ് സുബ്ഹിൻ്റെ ജമാഅത്ത്. അപ്പം നാനാഭാഗങ്ങളിൽ നിന്ന് സ്വഹാബിമാർ മദീന പള്ളിയിലേക്ക് എത്തും. ആ വലിയ സദസ്സിൽ തങ്ങളെ ഒരു ചോദ്യം, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആർക്കാണ് നോമ്പുള്ളത്? ഒരാൾ മാത്രമാണ് എഴുന്നേറ്റ് നിന്നത്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം. ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ചോദ്യം ഇന്നലെ ആണെങ്കിൽ എനിക്കും എഴുന്നേൽക്കാമായിരുന്നു. സുന്നത്ത് നോമ്പാണ്, ഫർദ് നോമ്പാണ്, പിന്നെ എല്ലാവരും എഴുന്നേൽക്കുമല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ ഇത്രയും സൂക്ഷിച്ച് ഒരു ഇബാദത്ത് ചെയ്യുന്ന അവരെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഔലിയാക്കളെ കൂട്ടത്തിൽ ലോകത്ത് ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നത് അവരാണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹാൻ. നമ്മൾ വെള്ളിയാഴ്ച കേൾക്കാറുണ്ട്, അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്. മനുഷ്യരിൽ അംബിയാഇന് ശേഷം ഏറ്റവും സ്ഥാനവും ശ്രേഷ്ഠതയുമുള്ള മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത് തങ്ങൾ ചോദിച്ചു, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? ഒരു രോഗിയെ സന്ദർശിച്ചത് ആരാണ്? സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടില്ല, അതിനു മുമ്പാണ്. അതിനും എഴുന്നേറ്റ് നിന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം. ഞാൻ ഇന്ന് രോഗിയെ സന്ദർശിച്ചാണ് പള്ളിയിലേക്ക് വന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലോ നമ്മുടെ അയൽപക്കത്തോ നമ്മുടെ കുടുംബത്തിലോ ഒരാൾക്ക് രോഗമായി എന്നറിഞ്ഞാൽ നമ്മളെ മനസ്സങ്ങനെ ആഗ്രഹിക്കും, ഒന്ന് പോയി കാണണം, പോയി കാണണം, പോയി കാണണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇന്ന് ഞാൻ പോകാൻ കരുതിയിരുന്നു. അതൊരു വെറുതെ പറച്ചിലാണ്, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. ഇത്രയും കാലം കടന്നിട്ട് ഹോസ്പിറ്റലിലായിട്ടും വീട്ടിലായിട്ടൊന്നും ഇടക്കിടക്ക് പോയി നോക്കണ്ട നീ. എല്ലാ ദിവസവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന സുഹൃതങ്ങളിൽ പതിവായി ചെയ്യുന്ന ഒരു സുഹൃതമാണ് രോഗസന്ദർശനം. റമളാനു ഷരീഫിലെ അവസാനത്തെ 10 മാത്രമേ അതിന് ഒഴിവുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ചെയ്യും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് മനസ്സിങ്ങനെ കറക്കി നോക്കിയാൽ, മറ്റേ കുടുംബത്തിൽ അവിടെ ആൾ രോഗിയായി കിടക്കുന്നുണ്ട്, ഇതുവരെ പോയിട്ടില്ല. 2 വീടപ്പുറത്ത് അയൽക്കാരൻ രോഗിയായി കിടക്കുന്നുണ്ട്, പോയിട്ടില്ല. നമ്മുടെ കൂടെ പഠിച്ച ഒരു സതീർത്ഥ്യൻ രോഗിയായി കിടക്കുന്നുണ്ട്, നമ്മൾ പോയിട്ടില്ല. ഒരു രോഗിയെ കാണാൻ വേണ്ടി ഒരാൾ പോയാൽ
വീട്ടിൽ നിന്ന് ഒരു രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോഴേക്ക് മുകളിലൂടെ അയാളെ വീക്ഷിക്കുന്ന മലക്കുകൾ പറയും, തിബ്താ വത്വാബ മംശാക വതബവ്വഅത ഫിൽ ജന്നതി മൻസിലാ, നീ വിശുദ്ധനായി, വത്വാബ മംശാക നിന്റെ നടത്തം ലാഭകരമായി, വതബവ്വഅത ഫിൽ ജന്നതി മൻസിലാ സ്വർഗ്ഗത്തിൽ നീ ഒരു വീട് ഒരുക്കി. രോഗിയെ കാണാൻ പോകുന്നതിന് ഇത്രമാത്രം വലിയ മഹത്വമാണ്. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ മുഴുവൻ ആളുകൾക്കും ശിഫ നൽകുമാറാകട്ടെ. ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് രോഗിയെ സന്ദർശിച്ചത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനാണ്. സ്വഹാബത്ത് ചോദിച്ചു, സദസ്സ് സമാപിച്ച ശേഷം, നിങ്ങൾ ആരെയാണ് ഇന്ന് സന്ദർശിച്ചത്? ഞങ്ങളൊക്കെ പള്ളിയിലെത്തിയിട്ട് പള്ളിയിൽ നിന്ന് പിരിയുമ്പോൾ അന്യോന്യം പറയും, മറ്റേയാൾക്ക് സുഖല്ല, മറ്റേയാൾക്ക് സുഖല്ല. അപ്പൊന്ന് പോയി നോക്കും, ഇത് സുബഹി നിസ്കാരത്തിന് വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ആരെയാണ് സന്ദർശിച്ചത്? മഹാനുഭാവൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ വാതിലിന്റെ അടുത്ത് വന്ന് ഭാര്യ പറഞ്ഞു, നമ്മുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് സുഖമില്ല. പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ ഞാൻ അവിടെ ഒന്ന് കയറി, എന്നിട്ട് മഹാനവർകളെ ഒന്ന് കണ്ട് ഞാൻ പള്ളിയിലേക്ക് വന്നു. ഇതാണ് സത്യത്തിൽ കഠിനാധ്വാനം എന്ന് പറയുന്നത്. അമലുകളെ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ നോക്ക്, ആ സദസ്സിൽ ആരുമില്ല, ഒരാൾ മാത്രമേ രോഗിയെ സന്ദർശിച്ചു. അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ സ്വഹാബത്ത് കുറച്ചുകൂടി അത്ഭുതപ്പെട്ടു പോയി. മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തത് ആരാണ്? സാധുവിന് ഭക്ഷണം കൊടുക്കണേ നിസ്കാരം കഴിഞ്ഞ് പകലൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ആളെ കണ്ടാ കൊടുക്കും. അതിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങൾ ആർക്കാണ് ഭക്ഷണം കൊടുത്തത്? മഹാനുഭാവൻ പറഞ്ഞു, ഞാൻ പള്ളിയിലേക്ക് വരുമ്പോ എൻ്റെ കൂടെ എൻ്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ബാപ്പ പള്ളിയിലേക്ക് വരുമ്പോ മക്കളും കൂടെയുണ്ട്. നമ്മളെ കൂട്ടത്തിൽ ബാപ്പമാര് പള്ളിയിലുണ്ട് പലരും, പക്ഷേ മക്കൾ ഉറങ്ങുകയാണ്. അത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു കുറവാണ്. നമ്മൾ പോകുന്ന എല്ലാ നല്ല മേഖലയിലും അവരെ കൊണ്ടുപോകണം. പ്രാർത്ഥന മജ്‌ലിസുണ്ടോ അവിടെയും കൊണ്ടുപോകണം. നിങ്ങൾ നോക്ക്, സ്വഹാബത്തിൽ ഏറ്റവും കൂടുതൽ മക്കൾ ജനിച്ച മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മഹാന്മാര് രേഖപ്പെടുത്തുന്നു, സ്വന്തം മുതുകിൽ നിന്ന് തന്നെ 100 മക്കൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. 1, 2 അല്ല, 100 മക്കളെ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ മക്കളെ മുഴുവനും ഇടക്കിടക്ക് മഹാനവറുകൾ കൊണ്ടുപോകുന്ന ഒരു മജ്‌ലിസാണ് മജ്‌ലിസു ഖത്മിൽ ഖുർആൻ. ഖുർആൻ ഖത്മു തീർക്കുമ്പോഴുള്ള ദുആ ഉത്തരം കിട്ടുമെന്നതിൽ തർക്കമില്ല, സന്ദേഹമില്ല, സംശയമില്ല. ആ ദുആന്റെ മജ്‌ലിസിലേക്ക് അനസ് റളിയല്ലാഹു അൻഹു പോകുമ്പോ മക്കളെയും പിന്നാലെ കൊണ്ടുപോകുന്നു. ഉമ്മമാരെ, ബാപ്പമാരെ, നമ്മൾ പോകുന്ന നല്ല വഴിയിൽ നമ്മളെ മക്കളെയും കൈപിടിച്ചു കൊണ്ടുപോകണം, പരിശീലിപ്പിക്കണം, കൂടെ നിർത്തണം. അങ്ങനെയാകുമ്പോഴാണ് അവർ നല്ലത് പഠിക്കുക. അതുണ്ടാ ഇനിയിപ്പ അതിൻ്റെ കുറവ് വേണ്ട. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഇന്നൊരു മിസ്കീന് ഭക്ഷണം കൊടുത്തത് ആരാന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ്. സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനെ? പള്ളിയിലേക്ക് വരുമ്പോ എൻ്റെ മകന്റെ കയ്യിൽ ഒരു ചെറിയ റൊട്ടി കഷ്ണം ഉണ്ടായിരുന്നു. കുട്ടികൾ അങ്ങനല്ലേ, കയ്യിൽ എന്തേലും എടുത്ത് തിന്നങ്ങനെ പോരും. അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിൽ ചെറിയ റൊട്ടി കഷ്ണം. പള്ളിയോട് ഞാൻ അടുക്കുമ്പോൾ ഇതുവരെ കാണാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇവിടെ കണ്ടപ്പോ മകന്റെ കയ്യിൽ നിന്നത് വാങ്ങിയിട്ട് ആ സാധുവിന് കൊടുത്തു. നിങ്ങൾ നോക്ക്, ഒരു ദിവസം മദീന പള്ളിയിൽ ശ്രേഷ്ഠമായ കർമ്മങ്ങളെപ്പറ്റി ചോദിച്ചപ്പോ ഒരാൾ മാത്രമാണ് എല്ലാറ്റിനും മുൻപന്തിയിൽ നിന്ന് ഞാനത് ചെയ്തു എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം ചെയ്തപ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പലരും പറയുന്നുണ്ട്, വാഹൽ ലിരിഹിൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു. കാരണം സ്വർഗത്തിലേക്ക് പോകാനുള്ള കർമ്മങ്ങളാണ് ഇത് മുഴുവനുമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മജ്തമഅന ഫിംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ സുഹൃതങ്ങളൊക്കെ ഒരു മനുഷ്യനിൽ മേളിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുക മാത്രമാണ് ഇനി അവന്റെ മുന്നിലുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദ്യം
സ്വഹാബത്തിന് കൂടുതൽ മനസ്സിലായി. ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്യുന്ന മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വിശ്വാസ രംഗത്തും അങ്ങനെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് ലൗ ഉസിന ഈമാനു അബീബക്രിൻ ബി ഈമാനിൻ നാസ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ ഒരു തട്ടിലും ലോകത്തുള്ള മറ്റു എല്ലാ മനുഷ്യരുടെ ഈമാൻ മറ്റൊരു തട്ടിലും അമ്പിയാക്കളെ മാറ്റി വെച്ച് ബാക്കിയുള്ള എല്ലാവരുടെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ ലറജ്ജഹ ബിഹിം, സിദ്ദീഖ് തങ്ങളെ ഈമാൻ മുൻതൂക്കം നിൽക്കും. അങ്ങനെയാണ് ഈമാൻ. വിശ്വാസരംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അതുകൊണ്ടാണ് മക്കാ വിജയത്തിന്റെ അന്ന് സ്വന്തം ബാപ്പ വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകൂലേ ബാപ്പ ഇസ്ലാമിലേക്ക് വന്നാൽ. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷിക്കുന്നില്ല, ചിരിക്കുന്നില്ല, ഒന്നുമില്ല. സ്വഹാബത്ത് ചോദിച്ചു, എന്താ നിങ്ങൾ സന്തോഷിക്കാത്തെന്ന്? സന്തോഷിക്കേണ്ട ദിവസമല്ലേ? ഉമ്മ നേരത്തെ ഇസ്ലാമിലേക്ക് വന്നു, മക്കളും പേരക്കുട്ടികളും ഒക്കെ സ്വഹാബിമാര്, കൂട്ടത്തിൽ ബാപ്പയും വന്നു. അപ്പൊ ബാപ്പ, മകൻ, പേരക്കുട്ടി ഇങ്ങനെ തുടങ്ങി ആ സബീലുള്ള ആൾക്കാരൊക്കെ സ്വഹാബിമാരാകാന്ന് പറഞ്ഞാൽ വലിയ മഹത്വമാണ്. എല്ലാ സ്വഹാബിമാർക്കും കിട്ടാത്തൊരു മഹത്വമാണ്. നിങ്ങളെന്താ സന്തോഷിക്കാത്തത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മനസ്സിന് സന്തോഷമാകുന്നത്, കൺകുളിർമയാകുന്നത് എന്റെ ബാപ്പയുടെ ഈമാനല്ല, വിശ്വാസമല്ല. അതിനേക്കാൾ കൂടുതൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൺകുളിർമയേകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ ദുനിയാവിൽ അത് നടന്നില്ല. അതെന്താണ്? അബൂ ത്വാലിബിന്റെ ഈമാൻ. അബൂ ത്വാലിബിനോട് അവസാന ഘട്ടത്തിലും തങ്ങൾ പോയി പറഞ്ഞു, അബൂ ത്വാലിബേ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂത്താപ്പയോട് നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ. കലിമത്തൻ നുഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഞാൻ ആ വാക്ക് തെളിവായി പറയും. നിങ്ങൾ മുഅ്മിനാണെന്നതിന് ഞാനത് തെളിവായി പറയും. പക്ഷേ അബൂ ത്വാലിബ് ചൊല്ലിയില്ല. അപ്പൊ തങ്ങളെ മനസ്സിന് കൺകുളിർമയാകുന്നൊരു സംഗതി ഉണ്ടാകേണ്ടിയിരുന്നു. എന്റെ ബാപ്പയേക്കാൾ കൂടുതൽ ഞാൻ പരിഗണിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തങ്ങൾക്ക് സന്തോഷമുള്ള ഒരു സന്ദർഭം ഇവിടെ നടക്കേണ്ടിയിരുന്നു, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് പിന്നെ എന്റെ ബാപ്പ ഇസ്ലാമിലേക്ക് വന്നതിന് പ്രത്യേകം എനിക്കൊരു കുളിർമയില്ല. കാരണം എന്റെ മനസ്സിന്റെ കുളിർമ, എന്റെ മനസ്സിന്റെ സന്തോഷം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷമാണ്. തങ്ങൾക്ക് ആ സന്തോഷം നടന്നില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ എനിക്കും സന്തോഷമില്ല. എത്ര വലിയ ഈമാനാ സഹോദരങ്ങളെ! അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണോ സന്തോഷമാകുന്നത് അതാണ് എനിക്കുമുള്ള സന്തോഷം. തങ്ങൾക്ക് എന്താണോ തൃപ്തിയാകുന്നത് അതാണ് എനിക്കുമുള്ള തൃപ്തി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞത്, നിങ്ങളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഗുണം ചെയ്ത ആള് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. എന്റെ സ്വത്ത് പോലെ ഞാൻ ഉപയോഗിച്ചൊരു സ്വത്ത് സിദ്ദീഖ് തങ്ങളെ സ്വത്താണ്. എത്ര വലിയ ഈമാനാണ്! നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു സഹകരണം എന്നുള്ള നിലക്ക് നമ്മളെ സ്വന്തം ജ്യേഷ്ഠൻ നമ്മളെ സ്വത്തിൽ എന്തെങ്കിലും ഒന്ന് എടുത്തൊരു ഹൈറായ കാര്യം ചെയ്താൽ നമ്മൾ ചോദിക്കും, ആരാ എന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞത്, ചെയ്യാൻ പറഞ്ഞത്? സ്വന്തം ജ്യേഷ്ഠനാണ്. സ്വന്തം ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ ബഹുമാനമുണ്ട്. ബാപ്പയില്ലെങ്കിൽ ബാപ്പാന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ജ്യേഷ്ഠൻ. അങ്ങനെയാണ് ഇസ്ലാമിന്റെ തത്വം. അൽ അഖുൽ കബീറു ബി മൻസിലത്തിൽ അബ്. ബാപ്പയുടെ സ്ഥാനത്താണ് മൂത്ത ജ്യേഷ്ഠൻ. ആ മൂത്ത ഇക്കാക്ക നമ്മളെ സ്വത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തൊരു ഹൈറായ കാര്യം ചെയ്താൽ നമ്മളെ മനസ്സാകെ റേഞ്ചൊക്കെ മാറി, ഹീറ്റായി, ചൂടായി പലതും പറയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ സ്വത്ത് പോലെ ഞാൻ ഉപയോഗിച്ചൊരു സ്വത്ത് നിങ്ങളെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്വത്താണ്. ഞാൻ ഉദ്ദേശിക്കും പോലെ എനിക്ക് ഉപയോഗിക്കാം. എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് സ്വത്ത് മുഴുവനും ചെലവഴിച്ചത്. എല്ലാ സ്വത്തും എനിക്ക് വേണ്ടി ചെലവഴിച്ചു. സ്വന്തം ശരീരം പോലും എനിക്ക് വേണ്ടി ചെലവഴിച്ചു. അതുകൊണ്ടാണ് ഹിജറ പോകുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ ക്ഷീണം വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഏറ്റുകയാണ്, തോളിലേറ്റുകയാണ്. തോളിലേറ്റിയിട്ട് നല്ല തണലുള്ളൊരു പാറയുടെ ചുവട്ടിൽ, തണല് കൊള്ളാൻ പറ്റുന്ന പാറയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. ആ മല കയറിയതില്ലേ തങ്ങളെ തോളിലിട്ടുകൊണ്ട്
തങ്ങളെക്കാളും 2 വയസ്സ് കുറവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. എന്നിട്ടും നിങ്ങൾ നോക്ക് അവിടുത്തെ സ്നേഹം എത്രമാത്രം വലിയ സ്നേഹമാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൽ ഏറ്റവും കൂടുതൽ ഇൽമുണ്ടായതും. തങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു അടിമ, ആ അടിമക്ക് അല്ലാഹു തആല ഖിയാർ നൽകി, വേണമെങ്കിൽ ദുനിയാവിൽ താമസിക്കാം, അല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് പോരാം. ഫഖ്താറ മാ ഇൻദല്ലാഹ്, ആ അടിമ അല്ലാഹുവിന്റെ പക്കലുള്ളത് സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്തു, ദുനിയാവ് മതി എന്ന രൂപത്തിൽ ഒരു അടിമക്ക് അല്ലാഹു ഖിയാർ നൽകിയപ്പോ നമുക്കാർക്കും അല്ലങ്ങനെ ഖിയാർ തരുമെന്ന് കരുതണ്ട. അങ്ങനെ അല്ലാഹു ഭൂമി ലോകത്ത് ഒരു ഇഷ്ടാനുസരണം ചെയ്യാനുള്ള അവകാശം കൊടുത്തത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഇവിടെ താമസിക്കണമെങ്കിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും കാലം താമസിക്കാം നബിയെ, അല്ലെങ്കിലോഹോ എന്റെ അടുത്തേക്ക് പോരാം. പക്ഷേ തങ്ങൾ തെരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ പക്കലുള്ള വലിയ സവാബാണ്. അത് പറഞ്ഞപ്പോൾ ആ സദസ്സിന്റെ കൂട്ടത്തിൽ നിന്ന് ആകെ വിതുമ്പി വിതുമ്പി കരഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്തേ കരയാനുള്ള കാരണം? അവിടുത്തെ ഇൽമു കൊണ്ടാണ്. ഈ ഹദീസിൽ നിന്ന്, ഈ പറഞ്ഞതിൽ നിന്നൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. തങ്ങൾ വേർപിരിയാൻ പോവുകയാണ്, ദുനിയാവിൽ നിന്ന് വിട വാങ്ങാൻ പോവുകയാണ്. അതേറ്റവും ആ ഭാഷ കേട്ടപ്പോഴേക്ക് മനസ്സിലായത് സിദ്ദീഖ് തങ്ങൾക്കാണ്. സ്വഹാബിമാരൊക്കെ ഉള്ള സദസ്സിലാണ് തങ്ങളിത് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാമൂഹ്യ രംഗത്തും സേവന രംഗത്തും കർമ്മരംഗത്തും വിശ്വാസരംഗത്തും ഔലിയാക്കളിൽ ഏറ്റവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാനാണ്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ നാളെ ആദ്യമായി സിറാത്ത് വിട്ട് കിടക്കുന്ന മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഹിസാബില്ല, മീസാനില്ല, സിറാത്തുമില്ല. ഹിസാബ് തുടങ്ങുന്നത് ബാക്കിയുള്ളവരിൽ നിന്നാണ്. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയ വലിയൊരു സ്ഥാനമാണ്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് പലർക്കും ഇല്ലാത്ത സ്ഥാനമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയത്. ചെറിയ സ്ഥാനമല്ല. ആ സ്ഥാനത്തിന്റെ ഏറ്റവും വലുപ്പമാണ് തങ്ങളുള്ള സമയത്ത് മദീന പള്ളിയിലെ മിഹ്റാബിൽ തങ്ങൾ പകരം നിർത്തിയത് ഒരേ ഒരു വ്യക്തിയെയാണ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങൾ മദീനയിലുള്ള കാലത്ത് ഞാൻ നിസ്കരിക്കാൻ വരുന്നില്ല, എനിക്ക് സുഖമില്ല, നിങ്ങൾ പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അത് വല്ലാത്തൊരു പ്രാതിനിധ്യമാണ് നൽകിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഇത്രമാത്രം വലിയ മഹത്വം, ഇതിനേക്കാളും വലിയ മഹത്വം അല്ലാഹു നൽകിയത് അവരുടെ പ്രവർത്തനവും വിശ്വാസവും കർമ്മവും ആ രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഔലിയാക്കളൊക്കെ പരിശോധിച്ചാൽ കർമ്മരംഗത്തവർ മുൻപന്തിയിലാണ്. ഫർളുകളെക്കാൾ കൂടുതൽ സുന്നത്തെടുക്കുന്നവരാണ് ഔലിയാക്കൾ. ഇൽമിലവർ മുൻപന്തിയിലാണ്. നിങ്ങൾ നോക്ക്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ബഗ്ദാദിൽ എത്ര കൊല്ലം പഠിച്ചു? 33 കൊല്ലം പഠിച്ചു. 18-ാമത്തെ വയസ്സിൽ ബഗ്ദാദിലേക്ക് പോയി. 50-ാമത്തെ വയസ്സ് വരെ പഠനമാണ്. അപ്പൊ എത്രമാത്രമാണ് ഇൽമു സ്വീകരിച്ചത്? വലിയനുണ്ടാകേണ്ടത് കാര്യമായും 1-ാമത്തെ വിശേഷണം ഇൽമാണ്. അൽ ആരിഫു ബില്ലാഹി തആല ഹസ്ബ മാ യുംകിൻ, അല്ലാഹുവിനെ പറ്റി നന്നായി അറിയുന്ന ആള്, പരമാവധി അറിവുള്ള ആളാണ് അള്ളാഹുവിന്റെ വലിയായി മാറുക. അൽ മുവാലിബു അല ത്വാഅത്ത്, ആരാധനകളിൽ പതിവാക്കുന്ന ആള്. ഏത് സൽക്കർമ്മമുണ്ടോ ആ സൽക്കർമ്മങ്ങളൊക്കെ പതിവാക്കും. അതേ അൽ മുജ്തനിബു അനിൽ മആസി, കുറ്റകൃത്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ആളാണ്. അൽ മുഅ്രിദു അനിൽ ഇൻഹിക്മാകി ഫിൽ ലദ്ദാതി, ദുനിയാവിന്റെ സുഖങ്ങളിൽ അഭിരമിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് വലിയ. ഈ വിശേഷണങ്ങളൊക്കെ നമുക്ക് ഔലിയാക്കളിൽ കാണാം. നിങ്ങൾ കണ്ടില്ലേ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ഇബാദത്ത് എത്രമാത്രം വലിയ ഇബാദത്താണ്. 40 കൊല്ലം ഇശാ നിസ്കരിച്ച അതേ വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ച ചുരുക്കം ചില ഔലിയാക്കളെ കാണാം. എല്ലാവരും അങ്ങനെയല്ല, ചുരുക്കം ചില ഔലിയാക്കളെ നമുക്കങ്ങനെ കാണാം.
ആ കൂട്ടത്തിൽ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു. അബൂ ഹനീഫ തങ്ങളെ പറ്റി ഒരാൾ പറയുന്ന വർത്തമാനം കേട്ട് അബൂ ഹനീഫ തങ്ങൾ പേടിച്ചുപോയി. നമ്മൾ വലിയ ഉഷാറാന്ന് ആരെങ്കിലും നമ്മളെ പറ്റി പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പൊന്തും മേലോട്ട്, പിന്നെ കുറച്ചുകൂടിയും പൊന്തും. നമുക്കത് കേൾക്കലാ ഇഷ്ടം. നമ്മളാരെങ്കിലും ഒന്ന് റേഞ്ച് മേലോട്ട് കയറ്റിയാൽ ഓ ഞാൻ ഉഷാറായി, എല്ലാവരെക്കാളും ഞാൻ ഉഷാറായി, ഓല പറഞ്ഞതിനേക്കാളും അപ്പുറം ഞാൻ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ പറഞ്ഞു മറ്റൊരാളോട്, ഹാദാ റജുലുൻ യുഹീൽ ലൈല കുല്ലഹു. ആ പോകുന്ന ആളറിയോ? രാത്രി മുഴുവനും ഹയാത്താക്കുന്ന ആളാണ്, ഇബാദത്ത് കൊണ്ട് സജീവമാക്കുന്ന ആളാണ് ആ പോകുന്ന ആള്. ഈ വാക്ക് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കേട്ട് മഹാനവർകൾ പരിഭ്രമിച്ചു പോയി. പടച്ചോനെ, എന്നിലില്ലാത്ത ഒരു കാര്യമാണല്ലോ എന്നെ പറ്റി പറയുന്നത്. നമ്മളെ പറ്റി ഇല്ലാത്ത പറഞ്ഞാലും നമുക്ക് സന്തോഷാ. ഞാൻ അങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട്, ഓലങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയില്ലെങ്കിലും ഞാൻ അങ്ങനെയൊക്കെയെന്ന് പറയും നമ്മൾ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ഞാൻ അങ്ങനെ അല്ലല്ലോ അല്ലാ, രാത്രി മുഴുവനും ഞാൻ ഇതുവരെ ഹയാത്താക്കിയിട്ടില്ലല്ലോ. ജനങ്ങൾ എന്നെ പറ്റി അങ്ങനെ ഒരു നല്ല ഭാവനയിലുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നല്ല രൂപത്തിൽ അല്ലാഹുവേ നിന്റെ അടുക്കലും നല്ല ആളാകണ്ടേ. പിന്നെ മഹാനവർകൾ അങ്ങ് തുടങ്ങി നീണ്ട 40 കൊല്ലം രാത്രി ഇശാ നിസ്കരിച്ച അതേ ഉളൂ കൊണ്ട് സുബ്ഹി നിസ്കരിക്കുകയാണ്. 2 റക്അത്തും 3 റക്അത്തും 4 റക്അത്തും 11 റക്അത്തൊക്കെ നിസ്കരിക്കുമ്പോ നീണ്ട രൂപത്തിൽ ഖുർആനോദി നിസ്കരിക്കുകയാണ്. വീട്ടിൽ വെച്ച് ഖുർആനോദിയുള്ള നിസ്കാരം അയൽവക്കക്കാർക്കൊക്കെ വലിയ സന്തോഷമാണ്. മഹാനവറുകൾ വഫാത്തായ അന്ന് അയൽവക്കത്തെ ഒരു കുട്ടി ചോദിച്ചു, ഉമ്മാ, എല്ലാ ദിവസവും രാത്രി അവിടെ ഒരു വെള്ളത്തൂണ് കാണാറുണ്ടല്ലോ, ഇപ്പൊ ആ വെള്ളത്തൂണ് കാണുന്നില്ലല്ലോ. മോനെ, അത് വെള്ളത്തൂണല്ല, രാത്രി മുഴുവനും നിസ്കരിച്ചിരുന്ന ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിന്നിട്ടുള്ള നൃത്തമാണ് നീ കണ്ടിരുന്നത്. മഹാനവറുകൾ അങ്ങ് വഫാത്തായി പോയി. 40 കൊല്ലത്തെ അമലാണ്. നലവേറും ഈശാത്തോളുതോരുളൂവാലെ നൽഫീറ്റാണ്ടോളം സുബ്ഹ് തൊഴുതോവർ. രാജാക്കന്മാര് ഷെയ്ഖ് ജീലാനി തങ്ങളെ കാണാൻ വരും രാത്രി. പക്ഷേ കാണാൻ വരുന്ന ആളുകളൊക്കെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുക. നിസ്കാരവും ഔറാദുകളും ദിക്റുകളും മോത്തുകളും കഴിഞ്ഞെങ്കിലേ കാണാൻ പറ്റൂ. ഒരു ദിവസം നാട് ഭരിക്കുന്ന രാജാവ് വന്നു. ഇശാഇന്റെ ശേഷം ഖാദിമിനോട് ചോദിച്ചു, ഉസ്താദ് എവിടെ? ഉസ്താദ് മുറിയിലേക്ക് കയറിയിട്ടുണ്ട് നിസ്കരിക്കാൻ. ഇനി നിങ്ങൾക്ക് കാണണോ? സുബ്ഹിന്റെ ശേഷമേ കാണാൻ പറ്റൂ. നമ്മൾ ആലോചിക്കണം, സുന്നത്തുകളോട് അതീവ താല്പര്യമുള്ളവരാണ് ഔലിയാക്കൾ. അള്ളാഹുവിലേക്ക് സുന്നത്തെടുത്ത് വല്ലാതെ അടുത്തവരാണ്. ഒരു നിസ്കാരം മാത്രമല്ല സഹോദരങ്ങളെ, ജനങ്ങൾക്കുള്ള വലിയ സേവനം ചെയ്തില്ലേ ഷെയ്ഖ് ജീലാനി തങ്ങൾ. കിട്ടുന്ന നേർച്ചകൾ മഹാനവർകൾ ഉപയോഗിച്ചത് ഭക്ഷണം കൊടുക്കാനാണ്. മഹാനവർകൾ പറഞ്ഞു, ഫത്തഷ്തുൽ അമാല കുല്ലഹാ, എല്ലാ കർമ്മങ്ങളെയും ഞാൻ പരിശോധിച്ചു നോക്കി. ആഖിറത്തിലേക്കുള്ള കർമ്മങ്ങൾ ഓരോന്നും എടുത്ത് ഞാൻ പരിശോധിക്കുമ്പോ അതിലേറ്റവും എളുപ്പമുള്ള കർമ്മമായി ഞാൻ കണ്ടത് ഭക്ഷണം കൊടുക്കലാണ്. ദിർഹമും ദീനാറും ഇങ്ങനെ നേർച്ച വരുമ്പോ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറയും. ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് 3 ആളുകളുണ്ട്. ആ 3 ആളുകൾക്കും ശമ്പളം കൊടുക്കുന്നത് എങ്ങനെ? ആളുകൾ കൊണ്ടുവരുന്ന നേർച്ച ഉണ്ടാവും, ഒരാൾക്ക് കൊടുക്കും, പിന്നെ നേർച്ച കൊണ്ടുവരുമ്പോൾ അടുത്താൾക്ക് കൊടുക്കും. അങ്ങനെ ഈ ഭക്ഷണം 1000 പേര് 500 പേർക്കൊക്കെ ഓരോ ദിവസം ഭക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിൽ പോയിട്ട് ഭക്ഷണം ആവശ്യമുള്ളവർ വരൂ എന്ന് അനൗൺസ്മെന്റ് ചെയ്യും. ആണ്ട്രതിക്ക് മാത്രല്ല, ഇടക്കിടക്ക് മഹാനവർകൾ ചെയ്യുന്ന സുഹൃതമാണ്. ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരുടെ ലക്ഷണമാണത്. സ്വർഗത്തിൽ പോകുന്ന മഹാന്മാരായ മഹത്തുക്കളായ ആളുകൾ ദുനിയാവിൽ വെച്ച് ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഭക്ഷണം ഉണ്ടാക്കി അങ്ങാടിയിലും മറ്റൊക്കെ പോയി അനൗൺസ്മെന്റ് ചെയ്ത് ആളുകളോട് വരാൻ പറയും. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു അമലാണ്. നമ്മൾ ഭക്ഷണം കൊടുക്കുക, നമ്മുടെ കുടുംബത്തിന് നല്ല ഭക്ഷണം കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുടുംബത്തിന് നല്ല ഭക്ഷണം കൊടുക്കുന്നത് നല്ല ഇബാദത്താണ്. അതിനു പുറമെ മറ്റുള്ള ആളുകളെ സൽക്കരിക്കുന്നതും വലിയ ഇബാദത്താണ്. ആ സൽക്കാരം അള്ളാഹു സ്വീകരിക്കുന്ന തരത്തിലാണെങ്കിൽ അതിന് വലിയ പുണ്യമാണ്. നാട്ടിലെ മിസ്കീന്മാരെ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്.
യതീമുകൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്, ഫക്കീറുമാൻ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യയാണ്. ഭക്ഷണമുണ്ടാക്കി സ്വന്തം കഴിക്കുന്നതിന് പകരം മറ്റുള്ളവരെയും കൂടി ഭക്ഷണം കഴിപ്പിക്കുക. തങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കണ്ടില്ലേ, പാല് വന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം വന്നാൽ ഉടനെ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു പറയും. മദീന പള്ളിയിൽ ഓതിപ്പടിക്കുന്ന മുതല്ലിമുകളുണ്ട്. 70 മുതൽ 700 വരെ ആളുകൾ ആ തിണ്ണയിൽ വെച്ച് ഓതിപ്പടിച്ചിട്ടുണ്ട് സ്വഹാബിമാർ. അവരോട് വരാൻ വേണ്ടി പറയൂ. അപ്പൊ സ്വഹാബിമാര് പോയി വിളിക്കുന്നു, നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കുമ്പോ ഒരു വലിയ പാത്രത്തിൽ പാല് കാണാം. ആ പാല് തങ്ങൾ ഇങ്ങനെ കോരിക്കൊടുക്കുകയാണ് ഈ മുതല്ലിമീങ്ങൾക്ക്. അവസാനമാണ് തങ്ങൾ കുടിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യം കാണിക്കുക എന്നത് ശ്രേഷ്ഠമായ ഒരു സുന്നത്താണ്.